आज और सांप। समुद्र के किनारे ऊंचे पर्वत की अंधेरी गुफा में एक सांप रहता था। समुद्र की तूफान लहर धूप में चमकती, झिलमिलाती और दिन भर पर्वत की चट्टानों से टकराती रहती थी. സമുദ്രത്തിൻ്റെ അടുത്ത് വലിയൊരു പർവ്വതത്തിൽ അവിടെ ഒരു ഇരുട്ട് നിറഞ്ഞൊരു ഗുഹയുണ്ടായിരുന്നു. അവിടെ ഒരു പാമ്പ് വസിച്ചിരുന്നു. സമുദ്രക്ക് തൂഫാൻ ലഹരെ, അതായത് നല്ല ചൂടുള്ള വെയിലത്ത് സമുദ്രത്തിലുണ്ടായിരുന്ന തിരമാലകൾ തിളങ്ങിയിരുന്നു, ഒച്ചയുണ്ടാക്കിയിരുന്നു. പിന്നെ ദിവസം മുഴുവനും സമുദ്രത്തിൻ്റെ വലിയ പാറക്കെട്ടുകളിൽ വന്ന് അടിച്ചിരുന്നു. पर्वत के अंधेरी घाटियों में एक नदी भी बहती थी. പർവ്വതത്തിൻ്റെ ഇരുട്ട് നിറഞ്ഞ താഴ്വരകളിൽ ഒരു നദിയും ഒഴുകിയിരുന്നു. അപ്നെ രാസ്തേ പർ ബിഖ്രെ പത്രോം കോ തോർത്തി. തൻ്റെ വഴിയിൽ ചിതറിക്കിടന്നിരുന്ന കല്ലുകളെ അത് തകർക്കുന്ന ഒച്ച കേൾക്കാമായിരുന്നു. ഷോർ മച്ചാത്തി ഹെ, നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. യഹ് നദി ബഡേ സോർ സെ സമുദ്രക്ക് ഓർ ലപക്തി ജാതി തി. ഈ നദി വളരെ സ്പീഡിലാണ് സമുദ്രത്തിലേക്ക് ചെന്ന് പതിച്ചിരുന്നത്. ജിസ് ജഗഹ് പർ പാനി पर नदी और समुद्र का मिलाप होता था, वहाँ लहरें दूध की चाक सी സഫേദ് ദിഖായി ദേത്തി. എവിടെയാണ് നദിയും സമുദ്രവും തമ്മിൽ കൂടിച്ചേർന്ന സ്ഥലം, അവിടെ നല്ല വെളുത്ത തിരമാലകളായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല വെളുത്ത പതഞ്ഞ തിരമാലകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്നി ഗുഫാമേ ബേട്ടാ ഹുआ सांप सब कुछ देखता करता, लहरों का गर्जन, आकाश में ചിപ്തി ഹുയി പഹാടിയ. അതായത് തൻ്റെ ഗുഹയിലിരുന്ന ഈ പാമ്പ് അവിടെയുള്ള എല്ലാ കാഴ്ചകളും കണ്ടിരുന്നു. അതായത് ഈ തിരമാലകളുടെ ഒച്ച, അലറി വിളിക്കലുകൾ, പിന്നെ ആകാശത്തിൽ മറഞ്ഞു പോകുന്ന മലകൾ, ടേഠി മേഠി ബൽ ഖാത്തി ഹുയി നദി, അതായത് വളഞ്ഞു തിരിഞ്ഞ് ഒഴുകുന്ന നദിയുടെ പ്രവാഹം, ഗുസ്സേ സെ ബരി ആവാസേം, നദിയുടെ ദേഷ്യത്തോടുള്ള ഗർജനങ്ങൾ. വഹ് മൻ ഹി മൻ ഖുഷ് ഹോത്താ താക്കി ഗർജൻ തർജൻ കെ ഹോത്തെ ഹുയെ ബി വഹ് സുഖി ഓർ സുരക്ഷിത് ഹെ. അതായത് ഈ വളരെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ പാമ്പ് വളരെയധികം സന്തോഷിച്ചിരുന്നു. കാരണം ഈ ഗർജനങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഈ പാമ്പ് വളരെ സുരക്ഷിതനായിരുന്നു. കോയി ഉസേ ദുഃഖ് നഹീൻ ദേ സക്ത, ആർക്കും അവനെ സങ്കടപ്പെടുത്താൻ പറ്റുകയില്ല. സബ്സെ അലഗ് സബ്സെ ദൂർ വഹ് അപ്ന ഗുഹ കെ സ്വാമി ഹെ. അതായത് എല്ലാവരിൽ നിന്നും മാറി വളരെയധികം ദൂരത്തിൽ അവൻ അവൻ്റെ സ്വന്തം ഗുഹയുടെ അധികാരിയാണ്. നാ കിസി സെ ലേന നാ കിസി സെ ദേന, ആർക്കും ഒന്നും നൽകാനുമില്ല, ആരുടെയും കയ്യിൽ നിന്നും ഒന്നും വാങ്ങാനുമില്ല. ദുനിയാ കി ഭാഗ്ദോഡ് ചീൻ ചപ്പാട്ടി സെ വഹ് ദൂർ ഹെ. അതായത് അവൻ ലോകത്തിൻ്റെ ഓട്ടങ്ങളിൽ നിന്നും അതേപോലെ തട്ടിപ്പറിക്കലും പിടിച്ചുപറിക്കൽ അതിൽ നിന്നുമെല്ലാം വളരെ ദൂരെയായിരുന്നു. സാം കേലിയെ യഹി സബ്സെ ബഡാ സുക്ത. ആ പാമ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെയായിരുന്നു ആ പാമ്പിന് ഏറ്റവും സുഖമായ സ്ഥലം. ഏക് ദിൻ എക്കായേക് ആകാശ് മേ ഉഡ്താ ഹുआ खून से लथपथ एक बाज शाम के उस गुहा में आ गिरा. ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ ആകാശത്തൂടെ ഉയർന്നു പറന്നിരുന്ന മുഴുവനും രക്തത്താൽ കുതിർന്ന ഒരു കഴുകൻ ഈ നമ്മുടെ പാമ്പിൻ്റെ ഗുഹയിൽ വന്ന് പതിക്കുകയാണ്. ഉസ്കി ഛാത്തി പർ കിത്നെ ഹി സക്മോ കെ നിഷാൻ ഥേ. അതായത് ആ കഴുകൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ ചെസ്റ്റിൽ ഒരുപാട് ഇഞ്ചുറി കിട്ടിയ പാടുകളുണ്ടായിരുന്നു, ഇഞ്ചേർഡ് ആയിരുന്നു. പങ്ക് ഖൂൻ സേ സനേത്തെ, അതായത് അതിൻ്റെ ചിറകുകളിൽ മുഴുവനും രക്തമായിരുന്നു. ഓർ വഹ് ആധാ മറാസ ജോർ ഷോർ സെ ഹാഫ് റഹാത്ത. അതായത് ആ കഴുകൻ പകുതി മരിച്ചതായി തോന്നിയിരുന്നു, അത് വളരെ ശക്തമായി ശ്വസിക്കുന്നുണ്ടായിരുന്നു. ജമീൻ പർ ഗിർത്തെ ഹി ഉസ്നെ ഏക് ദർദ് ഭരി ചീഖ് മാരി. അത് ഭൂമിയിലേക്ക് വീണപ്പോൾ തന്നെ വളരെ വേദനയോടെയുള്ള ഒരു സ്വരം അത് പുറപ്പെടുവിച്ചു. ഓർ പങ്കോ മേ ഫഡ്ഫഡാത്ത ഹുआ ധർത്തി പർ ലോട്ട്നെ ലഗ. എന്നിട്ട്
ഭൂമിയിൽ കിടന്ന് അത് പിടയുന്നത് പോലെയാണ് തോന്നിയിരുന്നത്. അത് ചിറകിട്ട് അതടിക്കുമ്പോൾ അത് പിടയുന്നത് പോലെയാണ് തോന്നിയിരുന്നത്. ഡർ സേ സാമ്പ് അപ്നെ കോനെ മേ സിക്കുട് ഗയ. ഇത് കണ്ട് പേടിയോടെ പാമ്പ് തൻ്റെ ഗുഹയുടെ ഒരു മൂലയിൽ, ഒരു കോർണറിൽ അത് ഒതുങ്ങിയിരുന്നു. കിന്തു ദൂസരെ ഹി ഷൻ ഉസ്നെ ബാംബ് ലിയ. പക്ഷേ അടുത്ത നിമിഷം തന്നെ അത് മനസ്സിലാക്കി കി ബാസ് ജീവൻ കി അന്തിം സാസ് ഗിൻ രഹാ ഹെ. അതായത് ഈ കഴുകൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിശ്വാസം വലിക്കാൻ പോവുകയാണ്. ഹെ ഓർ ഇസ്സെ ഡർന ബേക്കാർ ഹെ. ഈ കഴുകനെ പേടിക്കുന്നത് വെറുതെയാണ്. യഹ് സോച്ച് കർ उसकी हिम्मत बांधी और वह रेंगते हुए उस घायल പക്ഷി के पास जा पहुंचा. അതായത് ഇത് ഓർത്തിട്ട്, കാരണം ഇനി ഈ കഴുകൻ എന്നെ ഉപദ്രവിക്കൊന്നുമില്ലല്ലോ, അത് ഓർത്തിട്ട് ധൈര്യം സംഭരിച്ച് പതുക്കെ പതുക്കെ ഇഴഞ്ഞ് ആ കഴുകൻ്റെ അടുത്തെത്തി. ഉസ്കി തറഫ് കുച്ച് ദേർ തക് ദേഖ് രഹാ താ. അതിൻ്റെ അടുത്ത് കുറച്ചു നേരം നോക്കിയിരുന്നു. ഫിർ മൻ ഹി മൻ ഖുഷ് ഹോത്താ ഹുവ ബോല. പിന്നെ മനസ്സിൽ സന്തോഷത്തോടെയാണ് ആ കഴുകനോട് ചോദിച്ചത്, ക്യോം ഭായി ഇത്തിനി ജൽദി മരനെ കി തയ്യാറി കർലി. എന്താണ് സഹോദര, ഇത്ര പെട്ടെന്ന് നീ മരിക്കാനായി നിശ്ചയിച്ചോ? ബാസ് ने एक लंबी आह भरी ऐसे ही देखता है कि आखिरी ഖടി ആ പहुंची है लेकिन मुझे कोई शिकायत नहीं है. അതായത് ആ കഴുകൻ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ഈ സർപ്പത്തെ നോക്കുകയാണ്. അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതിൻ്റെ അവസാന നിമിഷം അടുത്തുവെന്ന്. പക്ഷേ അപ്പോൾ ആ കഴുകൻ സർപ്പത്തോട് സംസാരിക്കുകയാണ്. ഹേ ലേക്കിൻ മുझे कोई शिकायत नहीं. എനിക്ക് യാതൊരു പരാതിയുമില്ല. മേരി ജിന്ദഗി ബി ഖൂബ് രഹി ബായി. എൻ്റെ ജീവിതവും വളരെ നന്നായാണ് ഉണ്ടായിരുന്നത് സഹോദര. ജി ബർക്കർ ഉസെ ബോഗ് രഹാ ഹെ. വളരെ സുഖിച്ചാണ് ഞാൻ ജീവിച്ചിരുന്നത്. ജബ് തക് ശരീർ മേം താക്കത്ത് രഹി കോയി സുഖ് ഏസാ നഹി ബച്ചാ ജിസെ ന ഭോഗ. എൻ്റെ ജീവിതത്തിൽ എത്ര നാൾ ശക്തി ഉണ്ടായിരുന്നോ, സ്ട്രെങ്ത് ഉണ്ടായിരുന്നോ, അത്രയും നാൾ ഞാൻ എല്ലാ സുഖങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ദൂർ ദൂർ തക് ഉഡാനെ ബരി ഹെ. വളരെ ദൂരം ഞാൻ പറക്കുമായിരുന്നു. ആകാശ് കി അസീം ഊഞ്ചായി കോ അപ്നെ പങ്കോ സെ നാപ്പാ ഹുവാ ഹു. അതായത് ആകാശത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ ഞാൻ പറന്നിട്ടുണ്ട്. ഏറ്റവും അറ്റം വരെ പറന്ന് ഞാൻ അതിനെ തൊട്ടിട്ടുണ്ട്. തുമാരാ ബഡാ ദൗർഭാഗ്യ ഹേ കി ജിന്ദഗി ഭർ ആകാശ് മേ ഉഡാൻ കാ ആനന്ദ് കബി നഹി ഉടാ പായേഗ. നിന്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യമാണ് എന്ത്, നീ ഒരിക്കലും ഈ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് പറക്കുക എന്നൊരു കഴിവ് നിനക്കില്ല. അതിൻ്റെ ആനന്ദം നിനക്ക് എന്താണെന്ന് അറിയാൻ പറ്റില്ല. സാം ബോല. ആകാശ്. സാം പറഞ്ഞു. ആകാശമോ? ആകാശ് കോ ലേക്കർ ക്യാ ചാട്ടൂങ്ക. ആകാശത്ത് പോയിട്ട് എന്ത് കിട്ടാനാണ്? ആകാശ് മേ ആഖിർ രഖ ക്യാ ഹെ. ആകാശത്തിൽ എന്താണുള്ളത്? ക്യാ മേൻ തുമാര ആകാശ് മേ രേങ് സക്താ ഹും. നിന്റെ ആകാശത്തിൽ എനിക്ക് ഇഴയാൻ പറ്റുമോ? നാ ബായി തുമാര ആകാശ് തുമയ ഹി മുബാരക്. നിന്റെ ആകാശം നിനക്ക് തന്നെ ഞാൻ ആശംസിക്കുന്നു. മേരെ ലിയേ തോ യഹ് ഗുഫ ബലി. എനിക്ക് ഈ ഗുഹ തന്നെയാണ് നല്ലത്. ഇതിനി ആരാംദായക് ഓർ സുരക്ഷിത് ജഗഹ് ഓർ കഹാം ഹോങ്ക. ഇത്രയും നന്നായി വിശ്രമിക്കുവാനും സുരക്ഷിതമായി നിൽക്കാനും പറ്റുന്ന ഒരു സ്ഥലം വേറെ എന്താണുള്ളത്? സബ് മൻ ഹി മൻ ബാസ് കെ മൂർഖത പർ ഹസ് രഹാത്ത. ഈ പാമ്പ് തൻ്റെ മനസ്സിൽ ഈ കഴുകൻ്റെ മണ്ടത്തരം കേട്ടിട്ട് ചിരിക്കുകയായിരുന്നു. വഹ് സോച്നെ ലഗാ ആഖിർ ഉഡാൻ ഓർ രേംഗ്രെ കെ ബീച്ച് കോൺ സാ ബരി അന്തർ ഹെ. അതായത് ഈ പറക്കലും ഈ ഇഴലും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഈ കഴുകൻ ഇതൊന്നും അറിയില്ലേ? അത് മേം തോ സബ്ക ഭാഗ്യ മേം മരണ ഹി ലിഖാ ഹെ. അവസാനം എല്ലാവരുടെയും ജീവിതത്തിൽ മരണം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ശരീർ മിട്ടി കാ ഹെ മിട്ടി മേ ഹി മിൽ ജായെങ്കെ. നമ്മുടെ ശരീരം മണ്ണുകൊണ്ടുള്ളതാണ്, അത് മണ്ണിലേക്ക് തന്നെ ലയിക്കണം. अचानक बाज ने अपने झुका हुआ सिर ऊपर उठाया और उसकी दृष्टि शाम की गुफा की चारों ओर घूमने लगी. പെട്ടെന്ന് തന്നെ ആ കഴുകൻ
തൻ്റെ ചുറ്റും ഒന്ന് നോക്കുകയാണ്, തൻ്റെ തല ഉയർത്തി ചുറ്റും ഒന്ന് നോക്കുകയാണ്. അങ്ങനെ സർപ്പത്തിൻ്റെ ഗുഹയിലേക്ക് ചുറ്റും നോക്കുകയാണ്. चट्टानों में बड़ी पड़ी दरारों से पानी गुफा में टपक रहा था. അതായത് ആ വലിയ മലയുടെ ഇടുക്കിലുള്ള വിള്ളലുകൾ കാരണം ആ ഗുഹയിലേക്ക് വെള്ളം തുള്ളി തുള്ളിയായി കിനിഞ്ഞിറങ്ങുന്നു. സീലൻ ഓർ അന്ധേര മേം ഡൂബി ഗുഫ മേം എക് ഭയാനക് ദുർഗന്ധ് ഫെലി ഹുയി തി. അതായത് മൂടിക്കെട്ടി ഇരുട്ട് നിറഞ്ഞ ഒരു ഗുഹ, അതിൽ വളരെ എന്തോ ഒരു ദുർഗന്ധമുണ്ടായിരുന്നു. മാനോ കോയി ചീസ് വർഷോ സെ പടി പടി സഡ്ഗയി. അതായത് വർഷങ്ങളോളം എന്തോ ഒരു സാധനം അവിടെ കിടന്ന് ഒരു ദുർഗന്ധമായിരുന്നു അത്. आकाश के मुंह से एक बड़ी जोर की करुणा चीख फूट पड़ी. കാശ് മേം സിർഫ് ഏക് ബാർ ആകാശ് മേ ഉഡ് പാത്ത. ആ കഴുകൻ്റെ ചുണ്ടുകളിൽ നിന്നും വളരെ ദയനീയമായ ഒരു നിലവിളി കേൾക്കുകയാണ്. എനിക്കൊരു തവണ കൂടി ഈ ആകാശത്തൊന്ന് പറക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ബാസ് കി ഏസി കരുണ ചീഖ് സുൻകർ സാം കുച്ച് സിട്പിട്ടാ സാ ഗയ. അതായത് ഈ കഴുകൻ്റെ ഈ ദയനീയമായ നിലവിളി കേട്ടപ്പോൾ ആ സർപ്പത്തിന്, ആ പാമ്പിന് ഒരു ദുഃഖം തോന്നുകയാണ്. ഏക് ക്ഷൺ കെ ലിയെ ഉസ്കെ മൻ മേ ഉസ് ആകാശ് കി പ്രതി ഇച്ഛ പേദാ ഹോ ഗയി. ഒരു നിമിഷത്തേക്ക് മാത്രം പെട്ടെന്ന് ആ പാമ്പിൻ്റെ മനസ്സിൽ ആകാശത്തിനെ കുറിച്ച് ഒരാഗ്രഹം തോന്നുകയാണ്, ഒന്ന് പറക്കാൻ പറ്റുന്നില്ല. ജിസ്കെ വിയോഗ് മേ ബാസ് ഇത്തന വ്യാകുൽ ഹോക്കർ ചട്പട്ട രഹാ ഹെ. ഈ ആകാശത്തെ വെടിഞ്ഞിട്ട് ഈ കഴുകൻ ഇത്ര ദുഃഖിക്കുന്നത് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഇത്ര ദുഃഖകരമായി തുടിക്കുന്നത് കണ്ടിട്ടാണ് ഈ സർപ്പത്തിന് ഇങ്ങനെയൊരു തോന്നലുണ്ടായത്. ഉസ്നെ ബാസ് സെ കഹാ, यदि तुम्हें स्वतंत्रता इतनी प्यारी है तो इस चट्टान के किनारे से ऊपर क्यों नहीं उठ जाने की कोशिश करता. നിനക്ക് സ്വാതന്ത്ര്യം ഇത്ര പ്രിയപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഈ ചട്ടാൻ, അതായത് ഈ മലയുടെ അറ്റത്ത് നിന്ന് നിനക്ക് മുകളിലേക്ക് എന്തുകൊണ്ട് പറന്നുകൂടാ, നിനക്ക് എന്തുകൊണ്ട് അതിനു വേണ്ടി ശ്രമിച്ചുകൂടാ എന്ന് സർപ്പം ചോദിക്കുകയാണ്. हो सकता है कि तुम्हारे पैरों में अभी इतना ताकत बाकी हो कि तुम ആകാശ് में उड़ सको. ചിലപ്പോൾ നിന്റെ കാലുകളിൽ ഇനിയും ഉണ്ടാവും ശക്തി, നിനക്ക് ഈ ആകാശത്തൂടെ പറക്കാനുള്ള ശക്തി ഇനിയും ഉണ്ടാവും. കോശിഷ് കർനെ മേ ക്യാ അസർ ഹെ, നിനക്ക് അതിന് വേണ്ടി ഒന്ന് ശ്രമിക്കുന്നതിൽ എന്താണ് പ്രശ്നം. ബാസ് മേം ഏക് നയി ആശ ജഗ് ഗയി. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ കഴുകന് ഒരു ആഗ്രഹം, മനസ്സിൽ ഒരു ആശ ഉണരുകയാണ്. എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരാശ ഉണരുകയാണ്. വഹ് दूने उत्साह से अपने घायल शरीर को घसीटता हुआ चट्टान के किनारे तक खींचा लाया. അത് കേട്ടപ്പോൾ ആ കഴുകൻ ഡബിൾ ഉത്സാഹത്തോടെ തൻ്റെ മുറിവേറ്റിരിക്കുന്ന ശരീരം വലിച്ചുകൊണ്ട് ആ മൗണ്ടെയിൻ്റെ മൗണ്ടെയിൻ കേവിൻ്റെ ഏറ്റവും അറ്റത്തേക്ക് വരികയാണ്. ഖുലെ ആകാശ് കോ ദേക്കർ ഉസ്കി ആങ്ക് ചമക്കുട്ടി. ആ വലിയ ആകാശം കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങുകയാണ്. उसने एक गहरी लंबी सांस ली और अपने पंख फैलाकर हवा में कूद पड़ा. ഒരു വലിയ നിശ്വാസം അയച്ചതിന് ശേഷം തൻ്റെ ചിറകുകൾ വിടർത്തി ആകാശത്തിലേക്ക്, അല്ലെങ്കിൽ ആകാശത്തിലേക്ക് പറക്കുകയാണ്. കിന്തു ഉസ്കെ ടൂട്ടേ പംഖോ മേ ഇത്തിനി ശക്തി നഹി തീ കി ഉസ്കി ശരീർ കാ ബോജ് സംഭാൽ സക്കെ. പക്ഷേ അതിൻ്റെ ഒടിഞ്ഞ ചിറകിന് അത്രത്തോളം ശക്തി ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ശരീരത്തിൻ്റെ ഭാരം താങ്ങുവാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. പത്തർ സ ഉസ്കാ ശരീർ ലുഡ്ക്താ ഹുവ നദി മേ ജാഗിര. അങ്ങനെ
വെറും ഒരു കല്ല് പോലെ അതിൻ്റെ ശരീരം നേരെ നദിയിലേക്ക് പതിക്കുകയാണ്. ഏക് ലഹറിനെ ഉട്ടാക്കർ ഉസ്കെ പങ്കോം പർ ജമേ ഖൂൻ കോ ദോർ ദിയ. ഒരു വലിയ തിരമാല വന്ന് അതിൻ്റെ ചിറകുകളിൽ ഉണ്ടായിരുന്ന രക്തം കഴുകിക്കളഞ്ഞു. ഉസ്കെ തക്കേ മാതേ ശരീർ കോ സഫേദ് ഫേൻ സെ ഠക് ദിയ. തന്നെ വെളുത്ത തിരമാലകൾ കൊണ്ട് അതിൻ്റെ ശരീരത്തെ മറച്ചു. ഫിർ അപ്നി ഗോദ് മേൽ സമേട് കർ ഉസെ അപ്നെ സാത്ത് സാഗർ കി ഓർ ലേ ചലി. തൻ്റെ മടിയിൽ ആ കഴുകനെയും വഹിച്ചുകൊണ്ട് നദി നേരെ സമുദ്രത്തിലേക്ക് ആ കഴുകനെ സമർപ്പിക്കാനായി യാത്രയായി. चट्टानों पर सिंह धुनने लगी मानो बास की मृत्यु पर आंसू बहा रही हो. ആ തിരമാലകൾ വന്ന് ആ കൽപ്പടവുകളിൽ അടിക്കാൻ തുടങ്ങി. അത് കണ്ടാൽ തോന്നും ഈ കഴുകൻ്റെ മരണത്തിൽ അവർ കണ്ണുനീർ പൊഴിക്കുകയാണെന്ന്. ധീരെ ധീരെ സമുദ്ര की असीम विस्तार में बास आँखों से ओझल हो गया. പതുക്കെ പതുക്കെ ആ സമുദ്രത്തിൻ്റെ വിസ്താരത്തിൽ, വലിയ സമുദ്രത്തിൽ ആ കഴുകനെ കാണാതായി. चट्टान की खोखले में बैठा हुआ सांप बड़ी देर तक बास की मृत्यु और आकाश में लिए उसका प्रेम के विषय में सोचता रहा. അതായത് ആ ഗുഹയിൽ ഉള്ളിൽ ഇരുന്ന സർപ്പം അല്ലെങ്കിൽ പാമ്പ് കുറേ നേരം ആ കഴുകൻ്റെ മൃത്യുവിനെക്കുറിച്ചും ആകാശത്തെക്കുറിച്ചുള്ള അവൻ്റെ പ്രേമത്തെക്കുറിച്ചും ആലോചിച്ചു കൊണ്ടിരുന്നു. ഈ രണ്ട് വിഷയങ്ങളെക്കുറിച്ചും ആലോചിച്ചു കൊണ്ടിരുന്നു. ആകാശ് की असीम शून्यता में क्या ऐसा आकर्षण छिपा है जिसके लिए बास ने अपना प्राण गवा दिया. അതായത് ആകാശത്തിൻ്റെ ഈ അതിരുകളില്ലാത്ത ശൂന്യതയിൽ എന്ത് ആകർഷണമാണ് ഒളിച്ചിരിക്കുന്നത്? അതിനു വേണ്ടിയിട്ടാണ് ഈ കഴുകൻ തൻ്റെ ജീവിതം തന്നെ കളഞ്ഞത്. വഹ് ഖുദ് തോ മർ ഗയാ ലേക്കിൻ മേരെ ദിൽ കാ ചൈൻ അപ്നെ സാത്ത് ലേ ഗയാ. അവൻ സ്വയമേ മരിച്ചു, പക്ഷേ എൻ്റെ മനസ്സിൻ്റെ സമാധാനം അവൻ അവൻ്റെ കൂടെ കൊണ്ടുപോയി. ന ജാനെ ആകാശ് മേം ക്യാ ഖസാന രഖാ ഹെ. ആർക്കറിയാം എന്ത് നിധിയാണ് ഈ ആകാശത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഏക് ബാർ തോ മേം ബി വഹാൻ ജാക്കർ ഉസ്കെ രഹസ്യ കാ പതാ ലഗാഊംഗ. ഞാനും ഒരു തവണ അവിടെ പോയിട്ട് ആ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കും. ചാഹെ കുച്ച് ദേർ കെ ലിയേ ഹി हो, कम से कम उस आकाश का स्वाद तो चख लूँगा. കുറച്ച് നേരത്തേക്കെങ്കിൽ മാത്രം ഞാൻ ആകാശത്തിൻ്റെ രുചി എന്തെന്ന് ഞാനും അറിയും. യഹ് कहकर सांप ने अपने शरीर को सिकोड़ा और आगे रेंग कर अपने को आकाश की शून्यता में छोड़ दिया. धूप में क्षण भर के लिए सांप का शरीर बिजली की लकीर सा चमक गया. ഇത് പറഞ്ഞതിന് ശേഷം സർപ്പം തൻ്റെ ശരീരം ഒതുക്കിയതിന് ശേഷം പതുക്കെ ഇഴഞ്ഞ് മുന്നോട്ട് പോയതിന് ശേഷം തൻ്റെ ശരീരം ആകാശത്തിൻ്റെ ശൂന്യതയിലേക്ക് വിടുകയാണ്. എന്നിട്ട് അപ്പോൾ നമ്മൾക്ക് കാണാമായിരുന്നു അതതിൻ്റെ കേവിൽ നിന്ന് താഴേക്ക് പോരുന്നത് നമുക്ക് കാണാം. മേം, അതായത് ആ ചെറിയ വെയിലിൽ അതിൻ്റെ ശരീരം തിളങ്ങുന്നുണ്ടായിരുന്നു, ലൈറ്റ് പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. കിന്തു ജിസ്കെ ജീവൻ ഭർ രേഖനെ സീക്കാ ഹെ വഹ് ഭല ക്യാ ഉടുപ്പാത്ത. തൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഇഴയുന്ന ഒരു സർപ്പം എന്ത് പറക്കാനാണ്. നീച്ചെ ചോട്ടി ചോട്ടി ചട്ടാനോ പർ തപ്പേ സേ സാം ജാഗിറ. പതുക്കെ അത് അവിടെ എവിടെയും തട്ടി ആ കേവിൻ്റെ താഴെ, ഒരുപാട് താഴെയല്ല, ജസ്റ്റ് താഴെ ചെന്ന് വീഴുകയാണ്. ഈശ്വർ കി കൃപാസെ ബേച്ചാര ബച്ച് ഗയ. ദൈവകൃപ കൊണ്ട് അത് രക്ഷപ്പെട്ടു. നഹി തോ മർനെ മേ ക്യാ കസർ ബാക്കി രഹീത്തെ. അല്ലെങ്കിൽ അത് എന്തായാലും മരിച്ചു പോയേനെ. സാംബ് ഹസ്തേ ഹുവേ കഹ്നെ ലഗ. സർപ്പം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സോ ഉഡാൻ കാ യഹി ആനന്ദ് ഹെ. ഓ, ഇതാണപ്പോൾ ഫ്ലൈയിങ്ങിൻ്റെ അല്ലെങ്കിൽ പറക്കുക എന്നതിൻ്റെ ആനന്ദം എന്ന് പറയുന്നത്. ബർപ്പായമേത്തോ, ഓ അതെന്തായാലും ഞാൻ അനുഭവിച്ചു. പക്ഷി കബി ബി കിത്തനെ മൂർഖ് ഹെ. ഓ, ആ പക്ഷിയാണെങ്കിൽ എന്തൊരു മണ്ടനാണ്. ധർത്തി കെ സുഖ് സെ
അൻജാൻ രഹ്കർ ആകാശ് की ऊंचाई को नापना चाहता है. ഭൂമിയുടെ സുഖം എന്താണെന്നറിയാതെ ആകാശത്തിൻ്റെ ഹൈറ്റുകളെ അത് അളക്കാൻ ആഗ്രഹിക്കുന്നു. കിന്തു അബ് മേനെ ജാൻ ലിയ കി ആകാശ് മേം കുച്ച് നഹി രഖ. ഇപ്പോൾ എന്തായാലും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആകാശത്തിൽ ഒന്നും തന്നെയില്ല. കേവൽ ഠേർ സി രോഷ്നി കി സിവ. ആകെ ആകാശത്തുള്ളത് ഒരുപാട് പ്രകാശം മാത്രമാണ്. വഹാം കുച്ച് ഭി നഹി. അവിടെ ഒന്നുമില്ല. ശരീർ കോ സമ്പാലനെ കെ ലിയെ കോയി സ്ഥാൻ നഹി. നമ്മുടെ ശരീരം ഒന്ന് ബാലൻസ് ചെയ്യാൻ പോലും അവിടെ ഒന്നുമില്ല. കോയി സഹാര നഹി. അവിടെ ഒരു സപ്പോർട്ടുമില്ല. ഫിർ വേ പക്ഷി കിസ് ബൂത്തെ പർ ഇത്നി ഡിംഗെ ഹൗത്തെ ഹെ. ആ പക്ഷി എന്തിനാണ് ഇത്രയധികം പൊങ്ങച്ചം പറഞ്ഞത്? കിസ് ലിയെ ധർത്തി കെ പ്രാണിയോ കോ ഇത്തന ചോട്ട സംച. എന്തിനാണ് ഭൂമിയിലുള്ള മറ്റ് ജീവികളെ ഇത്ര ചെറുത് എന്ന് വിചാരിച്ചത്? അബ് മേം കബി ധോക്ക നഹി ഖാവുക. ഞാൻ ഇനി ഒരിക്കലും ഇനി ആര് പറഞ്ഞാലും എന്നെ ചതിക്കാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ എന്നെ ചീറ്റ് ചെയ്യാൻ പറ്റുകയില്ല. മേനെ ആകാശ് ദേഖ് ലിയ. ഞാൻ എന്തായാലും ആകാശം കണ്ടു. അബ് ഖൂബ് ദേഖ് ലിയ. ഞാൻ എൻ്റെ കണ്ണ് നിറച്ച് ഞാൻ ആകാശം കണ്ടു. ബാസ് തോ ബഡി ബഡി ബാത്തേ ബനാത്താ താ. ആ കഴുകനാണെങ്കിൽ എന്തൊരു വലിയ വലിയ കാര്യങ്ങളാണ് ആകാശത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. ആകാശ് കെ ഗുൺ ഗാത്തെ തക്തേ നഹീത്തെ. ആകാശത്തെ കുറിച്ച് പറയുമ്പോൾ അവൻ ഒരിക്കലും ടയേർഡ് ആവുമായിരുന്നില്ല. ഉസി കി ബാത്തോ മേം ആകർ മേ ആകാശ് മേം കൂതാ താ. അവൻ്റെ വാക്കുകൾ കേട്ടിട്ടാണ് ഞാൻ ആകാശത്തേക്ക് കുതിച്ച് ചാടിയത്. ഈശ്വർ ബല കരെ. ദൈവമാണ് എന്നെ രക്ഷിച്ചത്. മരത്തെ മരത്തെ ബച്ച് ഗയ. ഞാൻ ചാകാതെ എങ്ങനെയോ രക്ഷപ്പെട്ടു. അബ് തോ മേരി യഹ് ബാത് ഓർ ബി പക്കി ഹോ ഗയി कि अपनी खोखले से बड़ा सुख और कहीं नहीं है. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ച് പറയുകയാണ്. എൻ്റെ കേവ്, എൻ്റെ ഗുഹയേക്കാൾ സുഖപ്രദമായ ഒരു സ്ഥലം മറ്റൊരിടത്തും എനിക്കിനി കിട്ടാനില്ല. മേരെ ലിയെ യഹ് ബഹുത് കുച്ച്. എനിക്കത് തന്നെ വളരെ അധികമാണ്. മുझे ആകാശ് മേ സ്വച്ഛന്ത സെ ക്യാ ലേന ദേന. എനിക്ക് ഈ ആകാശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ എന്താണ് പറയേണ്ടത്? നാ വഹാം ഛത് ഹേ നാ ദിവാരേം നാ രേംഗനെ കെ ലിയെ ജമീൻ ഹേ. അവിടെയാണെങ്കിൽ ഒരു റൂഫില്ല, മതിലില്ല, ഇഴയാനായി ഭൂമിയുമില്ല. മേരെ തോ സിർ ചക്രാന ലഗ്താ ഹെ. എൻ്റെ തലയാണെങ്കിൽ കറങ്ങാൻ തുടങ്ങിയായിരുന്നു. ദിൽ കാം കാം ജാത്താ ഹെ. എൻ്റെ ഹൃദയം ഇടിക്കുകയായിരുന്നു. അപ്നെ പ്രാണോം കോ ഖത്രെ മേൻ ഡാൽന കഹാം കാ ചതുരായി ഹെ. സ്വന്തം ജീവിതത്തെ അപകടപ്പെടുത്തുക എന്നത് എന്ത് ബുദ്ധിപരമായ കാര്യമാണ്. സാം സോച്നെ ലഗാ കി ബാസ് നിഭാഗ अभागा था जिसने आकाश की आज़ादी को प्राप्त करने में अपना പ്രാണോ കി ബാസി ലഗാ ദീ തി. ആ സർപ്പം ആലോചിക്കാൻ തുടങ്ങിയാണ്. ആ കഴുകൻ എന്ത് നിർഭാഗ്യവാനാണ്. ഈ ആകാശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അത് ലഭിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ തന്നെ അവൻ ബലി കഴിച്ചു. കിന്തു കുച്ച് ദേർ ബാദ് സാം കി ആശ്ചര്യ ടിക്കാന നഹീത. പക്ഷെ കുറച്ച് സമയത്തിന് ശേഷം ആ സർപ്പത്തിൻ്റെ ആശ്ചര്യത്തിന് അതിരുകളില്ലാതായി. ഉസ്നെ സുന ചട്ടാനോം കി നീച്ചെ സെ एक मधुर രഹസ്യമായി ഗീത് കി ആവാസ് ഉട്ട് രഹി തി. ആ പാറക്കല്ലുകളുടെ അടിയിൽ നിന്നും വളരെ മധുരവും നിഗൂഢവുമായ സ്വരത്തിൽ ആരോ സംഗീതം ആലപിക്കുന്നു. പെഹലെ ഉസ്നെ അപ്നെ കാനോം പർ വിശ്വാസ് നഹി ഹുവ. ആദ്യം അവനവൻ്റെ ചെവിയെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കിന്തു കുച്ച് ദേർ ബാദ് ഗീത് കെ സ്വർ അധിക് സാഫ് സുനായി ദേനെ ലഗി. കുറച്ച് സമയത്തിന് ശേഷം ആ സംഗീതത്തിൻ്റെ വരികൾ ഒന്നുകൂടി ക്ലിയറായി കേൾക്കാൻ തുടങ്ങി. വഹ് അപ്നി ഗുഫാ സെ ബാഹരായ ഓർ ചട്ടാനോം സെ നീച്ചെ ചാങ്ക്നെ ലഗ. അവൻ അവൻ്റെ ഗുഹയിൽ നിന്ന് പുറത്തു വരികയും ആ പാറക്കല്ലുകളുടെ അടിയിലേക്ക് അതാരാണ് പാടുന്നത് എന്നറിയാൻ വേണ്ടി നോക്കുകയും ചെയ്യുകയാണ്. സൂരജ് കി സുനഹരി കിരണേ മേം സമുദ്ര കി നീല ജൽ ഝിൽമിലാ രഹാ താ. സൂര്യൻ്റെ സ്വർണ്ണക്കിരണങ്ങളാൽ ആ സമുദ്രത്തിൻ്റെ നീല ജലം തിളങ്ങുകയായിരുന്നു. ചട്ടാനോം കോ
ഭീഗ്തി ഹുയി സമുദ്ര की लहरों में गीत के स्वर फूट रहे थे. ആ സമുദ്രം തൻ്റെ തിരമാലകളാൽ ആ പാറക്കെട്ടുകളെ കുതിർത്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ലഹരോം കാ യഹ് ഗീത് ദൂർ ദൂർ തക് ഗൂഞ്ച്നെ ലഹാ. അവിടെ ആ പാട്ടുകൾ പാടുന്നത് ആ തിരമാലകളായിരുന്നു. ആ തിരമാലകളുടെ സ്വരം വളരെ ദൂരെ വരെ കേൾക്കാമായിരുന്നു. സാംനെ സുന ലഹരോം മധുർ സ്വരമേ ഗാ രഹി ഹെ. ആ സർപ്പം തൻ്റെ ചെവികളാൽ കേട്ടു. ആ തിരമാലകൾ വളരെ മധുരസ്വരത്തിൽ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാംനെ സുന हमारे यह गीत उन साहसी लोगों के लिए है जो अपने प्राणों को हथेली पर रखे हुए घूमते हैं. അതായത് ആ തിരമാലകൾ പാടുന്നത് ആ വരികൾ ഇങ്ങനെയായിരുന്നു. ഞങ്ങൾ ഈ ഗാനം ആലപിക്കുന്നത് ആ ധൈര്യശാലികൾക്ക് വേണ്ടിയിട്ടാണ്. ആര് അവരുടെ ജീവൻ പണയം വെച്ച് നടക്കുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ ഗാനം. ചതുർ വഹി ഹെ ജോ പ്രാണോം കി ബാസി ലഗാക്കർ ജിന്ദഗി കെ ഡർ ഖത്തരെ കോ ബഹാദുരി സെ സാമന കർത്ത ഹെ. ബുദ്ധിമാന്മാർ അവർ മാത്രമാണ് ആര് തൻ്റെ സ്വന്തം ജീവിതം പണയപ്പെടുത്തുകയും ജീവിതത്തിൽ വരുന്ന എല്ലാ അപകടങ്ങളെയും ധീരമായി അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ. അവർക്കാണ് ഞങ്ങളുടെ ഈ ഗാനം. ഓ നിഡർ ബസ്, ഓ പേടിയില്ലാത്ത കഴുക, ശത്രുओं से लड़ता हुआ तुमने अपना कीमती രക്ത ബഹായ ഹെ. ശത്രുക്കളോട് പോരാടിക്കൊണ്ടാണ് നീ നിന്റെ രക്തം ചൊരിഞ്ഞത്. पर वह समय दूर नहीं है जब तुम्हारा खून की एक एक बूंद जिंदगी के अंधेरे को प्रकाश फैलाएगा और साहसी बहादुर दिलों को स्वातंत्र और प्रकाश के लिए प्रेम पैदा करेगा. നീ ആ കഴുകനെ കുറിച്ച് പറയുകയാണ്. ആ സമയം ഒട്ടും തന്നെ വിദൂരത്തല്ല. നിന്റെ രക്തത്തിൻ്റെ ഓരോ തുള്ളികളും ഈ ലോകത്തിൽ അന്ധകാരത്തിൽ നിന്നും പ്രകാശം കൊണ്ടുവരികയും ധീരന്മാരും ധൈര്യമുള്ളവർക്കും സ്വാതന്ത്ര്യം എന്തെന്നും പ്രകാശം എന്തെന്നും അതിനോടുള്ള സ്നേഹമെന്തെന്നും എല്ലാവരുടെയും മനസ്സിൽ അത് വരും. സ്നേഹം എന്തെന്ന് മനസ്സിലാക്കാനായി കഴിയും. തുമ്നെ അപ്നാ ജീവൻ ബലിദാൻ കർ ദിയ കിന്തു ഫിർ ബി തും അമർ ഹെ. നീ നിന്റെ സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെടുത്തി, എങ്കിലും നീ അനശ്വരനാണ്. ജബ് കബി സാഹസ് ഓർ വീരത കി ഗീത് ഗാ ജായേങ്കെ. എപ്പോഴെങ്കിലും ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും പാട്ടുകൾ പാടുകയാണെന്നുണ്ടെങ്കിൽ തുമാരാ നാം ബഡേ ഗർവ് ഓർ ശ്രദ്ധ സെ ലിയേ ജായെങ്കെ. നിന്റെ നാമം വളരെ അഭിമാനത്തോടും ശ്രദ്ധയോടും തന്നെ ഞങ്ങൾ അതിൽ ആ പാട്ടുകളിൽ നിന്റെ പേരും വരും. ഹമാരാ ഗീത് ജിന്ദഗി മേ ഉൻ ദിവാനോം കെ ലിയേ ഹെ ജോ മർക്കർ ബി മൃത്യു സെ നഹീ ഡർത്ത. മരിച്ചിട്ടും മരണത്തെ ഭയക്കാത്ത ആ ധീരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങളുടെ ഈ ഗാനം. ഇതെഴുതിയത് നിർമ്മൽ വർമ്മ.